നോക്കൂ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ വ്യാപ്തി അത് മുൻപുണ്ടായിരുന്നതിൽ നിന്നും ഒരുപാട് വലുതാകുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു ദൗത്യം ഇന്ത്യൻ സേന നടത്തുമ്പോൾ അത് തിരിച്ചറിയാനോ അതിനെ പ്രതിരോധിക്കാനോ ആകാത്തൊരു വിഭാഗം കൂടിയാണ് പാകിസ്ഥാൻ സൈന്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള സാധ്യതകളെ തിരിച്ചറിയാനുള്ള റഡാർ സംവിധാനങ്ങളെ പൂർണ്ണമായും ഇന്ത്യക്ക് തകർക്കാൻ കൂടി ആകുന്നത്. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി, വെല്ലുവിളി അത് എത്രമാത്രം വലുതാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഈ റഡാറുകൾ തകർക്കാനായ ഇന്ത്യൻ സേനയുടെ നേട്ടം, ഈ സാഹചര്യത്തിൽ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? അസിത, തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നിർണായകമായിട്ടുള്ള നീക്കം അതീവ വലിയ ഒരു തൂവൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ വ്യോമ സംവിധാനം തകർക്കുമ്പോൾ പ്രധാനമായും ഇന്ത്യയുടെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഈ പാകിസ്ഥാന് ഇനി നിരീക്ഷിക്കാൻ, കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കില്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ച പാകിസ്ഥാന് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ തന്നെയാണ് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ അടക്കമുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് വളരെ കൃത്യമായി ആസൂത്രിതമായും അതോടൊപ്പം രഹസ്യ സ്വഭാവത്തോടും കൂടി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഈ വ്യോമ സംവിധാനം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലൂടെയും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രഹരമേൽക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും വലിയ ഒരു സംഘർഷത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ നമുക്ക് ഇന്ത്യയുടെ ഒരു ആക്രമണത്തെ നമുക്ക് അതിൻ്റെ മർമ്മത്തിൽ തന്നെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ മർമ്മത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു സമീപനമാണ് ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും റഡാർ സംവിധാനങ്ങൾ, അതായത് ഇന്ത്യയുടെ മിസൈലുകളും അതോടൊപ്പം ഇന്ത്യയുടെ മറ്റു വിമാനങ്ങളും ഒക്കെ തന്നെയും നിരീക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള റഡാറുകളാണ് ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി തന്നെ അല്ലെങ്കിൽ വലിയ മുന്നേറ്റമായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പിന്നാലെയായിരുന്നു അബ്ദുൾ റഷീദ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണ ശ്രമത്തിലേക്ക് പാകിസ്ഥാൻ കടന്നത്. എന്തായാലും അതിനെയും നിർവീര്യമാക്കിയിട്ടുണ്ട് സൈന്യം. പക്ഷേ ഈ വ്യോമ സംവിധാനങ്ങൾ തകർത്തതിനുള്ള മറുപടി എന്ന നിലയിലായിരുന്നോ ഈ ആക്രമണം, അതോ അതിന് മുൻപുണ്ടായതാണോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു വ്യക്തത നമുക്ക് വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്ത്യയെ ആക്രമിക്കുന്നതിനാവശ്യമായിട്ടുള്ള യുദ്ധവിമാനങ്ങളും അതോടൊപ്പം മിസൈലുകളും നേരത്തെ തന്നെ ഇന്ത്യൻ അതിർത്തികളിലേക്ക് എത്തിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും വിവിധ ദേശീയ മാധ്യമങ്ങൾ അടക്കം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ അതായത് ഈ പുലർച്ചയോട് കൂടിയാണ്, രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ത്യൻ സേന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഡ്രോണുകളും മിസൈലുകളും 400-ലധികം മിസൈലുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ആയുധങ്ങളാണ് ഇന്ത്യ പ്രധാനമായും പ്രയോഗിച്ചത്. അതായത് ഇന്ത്യൻ അതിർത്തികളിലേക്ക് എത്തുന്ന മിസൈലുകളും അതോടൊപ്പം ഡ്രോണുകളെയും ലേസർ സംവിധാനത്തിലൂടെ ഓട്ടോമാറ്റിക് മിഷേനിങ് വഴിയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ സൈന്യം വ്യക്തമാക്കുന്നത്. അതോടെ ഈ ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡുകളിലും ഇന്ത്യ വലിയ ജാഗ്രത പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ഏറ്റിട്ടുള്ള ഈ കനത്ത പ്രഹരത്തിൽ ഒരു തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേന്ദ്രം തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേന്ദ്രം തന്നെയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടുള്ളത്, ഇന്ത്യ തകർത്തിട്ടുള്ളത്. അതിലൊരു തിരിച്ചടി ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം.